നമസ്കാരം. ചിറകുടിഞ്ഞ ഒരു പക്ഷിയും ഇനി പറക്കാനാവില്ലെന്നോർത്ത് ജീവിതത്തെ തീർത്തിട്ടില്ല. ആട്ടി ഓടിച്ചതിന്റെ പേരിൽ ഒരു കാക്കയും തല തല്ലി ആത്മഹത്യ ചെയ്തിട്ടില്ല. പരിക്ക് പറ്റിയ ഒരു മൃഗവും പരാജയബോധത്താൽ ഇര തേടാതിരുന്നിട്ടില്ല. കൊഴിഞ്ഞുപോയ ഇലകളെ പറ്റി ആലോചിച്ച് ഒരു വൃക്ഷവും വ്യാകുലപ്പെട്ട് ഉണങ്ങിപ്പോയിട്ടില്ല. പിന്നെന്തിനാ മനുഷ്യന്മാര് മാത്രം കൊച്ചു കൊച്ചു കാര്യങ്ങളെ ആലോചിച്ച് വിഷമിച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് വന്നു കഴിഞ്ഞാലും അതിനനുസരിച്ച് മുന്നിലേക്ക് പോയല്ലേ പറ്റുള്ളൂ. മരം ഇല കൊഴിഞ്ഞു വീണു എന്ന് വിചാരിച്ചിട്ട് മരം ഉണങ്ങിപ്പോയിട്ടില്ല, അല്ലെങ്കിൽ വിഷമിച്ച് തളർന്ന് വാടി ഇങ്ങനെ നിന്നിട്ടില്ല. മൃഗങ്ങള് തോറ്റുപോയി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പിന്നെ ഇര തേടാണ്ടിരുന്നിട്ടില്ല. ആദ്യം അവര് ട്രൈ ചെയ്യും, പിന്നെ ചിലപ്പോൾ കിട്ടില്ല, കിട്ടാണ്ടാവുമ്പോ പിന്നെയും ട്രൈ ചെയ്യും. എത്രയോ ട്രൈ ചെയ്തിട്ട് വേണം നമുക്ക് ആ മൃഗങ്ങൾക്കൊരു ഇരയെ കിട്ടാൻ, അല്ലേ? അതുപോലെയാണ് കാക്കയെ നമ്മൾ ആട്ടി ഓടിക്കും. പോ കാക്കയെ എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കും. അതിനതൊരു ഇൻസൾട്ടായിട്ട് തോന്നി കാക്ക ആത്മഹത്യയൊന്നും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുപോലെയാണ് ജീവിതം. നമ്മൾ എന്തു തന്നെ വന്നു കഴിഞ്ഞാലും ഇതൊക്കെ ആലോചിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ജീവിതത്തിൽ. നമുക്ക് തോന്നും നമ്മുടെ പ്രോബ്ലം ഏറ്റവും വലുതെന്ന്. അതൊന്നും ആലോചിച്ചിട്ട് നമ്മൾ വല്ലാണ്ട് വിഷമിച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി എവിടെയെങ്കിലുമൊക്കെ ഡിപ്രസ്ഡ് ആയിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ഒരു വിശ്വാസം നമ്മളിൽ തീർച്ചയായിട്ടും വേണം. എല്ലാം നമുക്ക് തോന്നും എല്ലാം സ്വന്തമാണെന്ന് കരുതുന്ന വിശ്വാസം മാത്രമാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നമ്മുടെയാണ്, നമ്മുടെ സ്വന്താണ് എന്ന് പറയും. പക്ഷെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടാവണം. ചില അകൽച്ചകളൊക്കെ നമുക്ക് നൽകുന്ന അവസരങ്ങളാണ് ജീവിതത്തിൽ. നമുക്ക് തോന്നും ചിലവരൊക്കെ അകന്നകന്നു പോയി, അയ്യോ ഇനി നമുക്ക് ആരുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിൽ നമ്മളെ സ്ട്രോങ് ആക്കുകയാണ് ഓരോരുത്തരും, അല്ലെ? അകന്നു പോയി കഴിഞ്ഞവരെ ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കാതെ അതിൽ നിന്നൊക്കെ എന്തുകൊണ്ട് അകന്നു പോയി എന്നുള്ളത് ആലോചിക്കുക. അതിൽ നിന്നൊക്കെ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പിലേക്ക് പോവുള്ളൂ. ഓരോ അകൽച്ചയും ഓരോ അവസരങ്ങളാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരവസരമാണത്. അതുകൊണ്ടാണ് അകന്നു പോയവരെ പറ്റിയിട്ട് ആലോചിച്ച് വിഷമിക്കാതെ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. അതൊക്കെ നമ്മളെ ഇൻഡിപെൻഡന്റ് ആക്കും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒപ്പം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന തോന്നല് നമ്മൾ മാറ്റണം. എല്ലാവരും എന്നും നമുക്ക് ഒപ്പുണ്ടാവണമെന്നില്ല. നമ്മളും സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്ന് ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടത്തണം. അതിനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. വീണു പോയെന്ന് കരുതിയിട്ട് നമ്മൾ നല്ല വീര്യത്തോടുകൂടി ഉഷാറായിട്ട് തന്നെ നടക്കണം. ഒന്ന് വീണു എന്ന് വിചാരിച്ചിട്ട് അതില് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കുട്ടികൾ കണ്ടിട്ടില്ലേ, എത്രയോ വീഴ്ച വീണിട്ടാണ് അവരൊന്ന് എണീറ്റ് നിൽക്കാൻ പഠിക്കുക. പിന്നെയും എത്ര വീഴ്ച വീണാലാണ് ഒന്ന് നടക്കാനും ഓടാനും ഒക്കെ അവർ പഠിക്കുക. അപ്പൊ അതുകൊണ്ട് ഓരോ വീഴ്ചയിലും നമ്മൾ തളരേണ്ട ആവശ്യമില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ പലതും പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ വീഴ്ചയിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണം. എന്തുകൊണ്ട് വീണു നമ്മൾ എന്നുള്ളത് പ്രത്യേകം ആലോചിച്ച് തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ മുമ്പിലേക്ക് പോവാൻ. മുമ്പിൽ നമുക്ക് നല്ല ഹോപ്പ് ഉണ്ടാവണം. എനിക്ക് മുമ്പിലേക്ക് പോയാൽ ഞാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞാൻ വിജയിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അത് നമ്മുടെ ഒപ്പം എപ്പോഴും ആൾക്കാര് പ്രൊട്ടക്ട് ചെയ്യാൻ ഉണ്ട് എങ്കിൽ പെട്ടെന്നൊരു ദിവസം അവരങ്ങോട്ട് മാറുകയാണ് നമ്മുടെ അടുത്തുനിന്ന്, അല്ലെ? അപ്പൊ നമ്മൾ തളർന്ന് വീണു പോവാൻ പാടില്ല. അവര് പോയാലും നമുക്കും ഒപ്പം ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം തീർച്ചയായിട്ടും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറി വിജയിക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ജീവിച്ചല്ലേ പറ്റുള്ളൂ. ഒരാളുണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാൽ പറ്റില്ല. പെട്ടെന്നായിരിക്കും ഓരോരുത്തരും നമ്മളോട് ഇഷ്ടം ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മളെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് നമ്മളെ അങ്ങോട്ട് റോട്ടിലേക്ക് വലിച്ചെറിയണ പോലെയാണ്. അപ്പൊ അങ്ങനെ ആയാൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല.
നമുക്ക് ജീവിക്കാണ്ട് പറ്റുമോ? നമുക്ക് തോന്നുമ്പോ ഇന്ന് മരിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് മരിക്കാൻ പറ്റില്ലല്ലോ. ഓരോന്നിനും ഓരോ സമയമുണ്ട്. അതുകൊണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും നല്ല ധൈര്യത്തോടു കൂടി തന്നെ ഇരിക്കുക. ജീവിതത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം എപ്പോഴും. ആരും ഇല്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു പ്രോബ്ലം ഇല്ല. ധൈര്യത്തോടു കൂടി തന്നെ മുമ്പിലേക്ക് പോവാം. ഓക്കെ ദെൻ ബൈ.